കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആത്മീക യാത്രയെന്ന വചന പഠന പരമ്പരയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തിയത്, ആത്മീക ജീവിതത്തിൽ നാം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നാം നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ആരംഭമായിരിക്കുന്ന ഗിൽഗാലിൽ തങ്ങി നിൽക്കരുത്. നാം ബേഥേലിലേക്ക് പോകണം. ബേഥേൽ ഉടമ്പടിയുടെ സ്ഥലമാണ്. ബേഥേൽ ദൈവമായിട്ട് നേർച്ച നേർന്ന സ്ഥലമാണ്. അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. അബ്രഹാം ഗിൽഗാലിൽ തന്നെ തുടർന്നതുകൊണ്ട് ക്ഷാമം വന്നപ്പോൾ ഭയപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. ഒത്തിരി കഷ്ടനഷ്ടങ്ങളും പിന്മാറ്റത്തിലേക്കൊക്കെ പോയി. ഒടുവിൽ ദൈവം അത് കറക്റ്റ് ചെയ്ത് വീണ്ടും ബേഥേലിൽ മടക്കി കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അബ്രഹാമിൻ്റെ കൊച്ചുമകനായിരിക്കുന്ന യാക്കോബിനെക്കുറിച്ചാണ് ഇന്ന് പകൽ നമ്മൾ അല്പമായി ധ്യാനിക്കാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം നമ്മൾ തുറക്കുമ്പോൾ, അബ്രഹാമിൻ്റെ കൊച്ചുമകൻ സ്തോത്രം യാക്കോബ് എന്ന് പറയുന്നത് വാഗ്ദത്ത സന്തതിയാണെങ്കിൽ പോലും ദൈവമായിട്ടൊരു വ്യക്തിപരമായ എൻകൗണ്ടർ ഇല്ലാത്ത, ആരാണ് ദൈവമെന്നറിയാത്ത ഒരു തലമുറയായി വളരുകയാണ്. നിങ്ങളത് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ തലമുറ, അടുത്ത തലമുറ ഒരുപക്ഷെ കർത്താവിനെ അറിഞ്ഞെന്നിരിക്കാം. പക്ഷേ മൂന്നാം തലമുറ ദൈവത്തിന് സ്തോത്രം ദൈവത്തെ അറിയണമെങ്കിൽ അവരെ കൃത്യമായി ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുന്ന കാര്യമാണ്. നാം അത് മറന്നു പോകരുത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം, സ്വന്തം സഹോദരൻ്റെ വാഗ്ദത്തം തട്ടിയെടുത്ത്, അല്ലെങ്കിൽ അവന് കിട്ടേണ്ട അനുഗ്രഹത്തെ തന്ത്രപരമായി തട്ടിയെടുത്ത് കോപത്തിന് ഇടയായി തീർന്ന മനുഷ്യൻ ഏശാവ് യാക്കോബിനെ കൊന്നുകളയുമെന്ന് പറഞ്ഞത് അമ്മയറിഞ്ഞ് അമ്മ തന്ത്രപരമായി അവനെ തൻ്റെ സഹോദരൻ്റെ ഭവനത്തിലേക്ക് അയക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ 10-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, എന്നാൽ യാക്കോബ് ബേർഷെബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവിടെ ഒരു സ്ഥലത്ത് അവൻ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എന്നതിന് കിങ് ജെയിംസ് വേർഷനിൽ കൊടുത്തിരിക്കുന്ന വാക്യം ആൻഡ് ഹി ലൈറ്റഡ് അപ്പോൺ എ സർട്ടൺ പ്ലേസ് എന്ന. ലൈറ്റഡ് അപ്പോൺ എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം പാഗ എന്നൊരു വാക്കാണ്. PAGA, പാഗ. പാഗ എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. ബൈ ആക്സിഡൻ്റ് എന്നൊരർത്ഥമുണ്ട്, ഫോൾ അപ്പോൺ എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ ഞാനൊരു ദൈവത്തിന് സ്തോത്രം ഒരു കമൻട്രി വായിച്ചപ്പോൾ അതിനകത്ത് വളരെ അനുഗ്രഹീതമായിരിക്കുന്നൊരു ചിന്ത അതിനകത്ത് പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഈ താറാവിനെ വളർത്തും. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും പരിചയമില്ല. താറാവിനെ വളർത്തുമ്പോൾ ഈ താറാവ് മറ്റു പക്ഷികളെ പോലെ ചിറകുണ്ടെങ്കിലും അതിന് വെയിറ്റ് കൂടുതലായിട്ട് പറക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊരു കൊച്ചു കുളമുണ്ടായിരുന്നു. അമ്മച്ചി ഈ താറാവിനെയൊക്കെ വളർത്തുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. താറാവ് ഇങ്ങനെ പതിയെ നടന്ന് ഈ കുളത്തിൻ്റെ കരയിൽ വന്നിട്ട് വെള്ളമുള്ള ആ സ്ഥലത്ത് വരുമ്പോൾ ഇതിന് വെള്ളത്തിൽ കളിക്കണം, പക്ഷേ പറക്കാൻ അറിയത്തില്ല. അതിനിങ്ങനെ നിരങ്ങി വന്നിട്ട് പതുക്കെ എടുത്തങ്ങ് ചാടും. ചെറുതായിട്ടിങ്ങനെ നിരങ്ങി താഴത്തേക്ക് ചാടുമ്പോൾ ചിറക് രണ്ടും വിരിച്ച് ആ ചിറകിൻ്റെ ആ ധൈര്യത്തിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സഞ്ചരിച്ച് ആ വെയിറ്റ് കൊണ്ട് നേരെ ചെന്നങ്ങ് വീഴും. ആ വീഴുന്ന സ്ഥലത്ത് കിടക്കും. അതാണ് ലൈറ്റഡ് അപ്പോൺ എന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം. എനിക്ക് അന്നാണത് മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ യാക്കോബിനെ ദൈവം ബേർഷെബയിൽ വെച്ച് പെട്ടെന്ന് സൂര്യൻ അസ്തമിപ്പിച്ച് അവിടെ കിടക്കുവാൻ പ്രേരിപ്പിച്ചതിൻ്റെ കാരണം അവിടെ വെച്ച് ദൈവത്തിന് അവനോട് ഒരു എൻകൗണ്ടർ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരോട് ഞാൻ പറയാം, എനിക്കും നിങ്ങൾക്കും തമ്മിൽ, എനിക്കും ദൈവവും തമ്മിലൊരു ബന്ധമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ അതൊരു പക്ഷേ മരണക്കിടക്കയിൽ വെച്ചായാലും ദൈവം അത് ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നമ്മൾ ആരും അങ്ങോട്ട് അന്വേഷിക്കുന്നതല്ല. ദൈവം നമ്മെ അന്വേഷിച്ചു വന്ന് തക്ക സമയത്ത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അവൻ ആ സ്ഥലത്ത് ഒരു കല്ലെടുത്ത് തലയിണയായി വെച്ചു എന്ന് പറയുമ്പോൾ ആ കല്ല് ആരായിരുന്നു? ആ കല്ല് ക്രിസ്തുവാണെന്ന് ബൈബിൾ പറയുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവരെ അനുഗമിച്ച ആത്മീക പാറ അത് ക്രിസ്തുവായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് യാക്കോബിനെ
ക്രിസ്തു അനുഗമിക്കുകയാ. എന്തിനാണ്? വാഗ്ദത്തമുള്ളവനാണ്, അവൻ തെറ്റിപ്പോകരുത്, അവനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അവിടെ കിടന്ന് ഭയപ്പെട്ട് കിടക്കുന്ന ആ മരുഭൂമിയിൽ ആരുമില്ലാതെ ഭയപ്പെട്ട് കിടക്കുന്ന യാക്കോബ് ഒരു സ്വപ്നം കാണുകയാ. ആ സ്വപ്നത്തിനകത്ത് ദൈവത്തിന് സ്തോത്രം സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് മഹാദൈവമായിരിക്കുന്ന കർത്താവ് അരുളി ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. 10 അനുഗ്രഹങ്ങൾ അവിടെ പ്രൊനൗൺസ് ചെയ്യുകയാണ്. കർത്താവ് 10 അനുഗ്രഹങ്ങൾ കൽപ്പിക്കുകയാണ്. ഞാൻ നിൻ്റെ പിതാവായിരിക്കുന്ന അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് പിതാക്കന്മാരുടെ ദൈവമെന്ന് പറഞ്ഞ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ദൈവത്തിന്. കാരണം ഇവന് ദൈവമായിട്ട് ബന്ധമില്ല, ഇവൻ ഒരു കാർണൽ മാനാണ്, ഇവനൊരു പ്രാകൃത മനുഷ്യനായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുകയാണ്. സ്തോത്രം. ദൈവമായിട്ട് ബന്ധമില്ലെങ്കിലും തലമുറയെ ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ട് ആ തലമുറയെ ദൈവം ഫോളോ ചെയ്യുകയാണ്. യേശു കർത്താവിനെ പിൻചെല്ലുകയാണ്. സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, കണ്ട ദർശനം എന്താണ്? സ്വർഗത്തോളം എത്തുന്ന ഗോവണി, ദൂതന്മാർ അതിൽ കൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച. എന്താണ് അതിൻ്റെ അർത്ഥം? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകും. അതിങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ 1:51 വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നഥനയേൽ എന്ന് പറയുന്ന നിഷ്കളങ്കനായിരിക്കുന്ന ആ മനുഷ്യൻ പറയുക, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞ വാക്യമാണ്. യേശു അവനോട് ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവൻ വിശ്വസിച്ചു. ഉടനെ കർത്താവ് പറയുക, നീ ഇതിനേക്കാൾ വലുത് കാണും. എന്നിട്ട് പറയുക, മനുഷ്യപുത്രൻ്റെ മേൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും. നോക്കൂ, യാക്കോബ് കണ്ട ദർശനം അത് തന്നെയല്ലേ? മനുഷ്യപുത്രൻ്റെ മേൽ എന്നുള്ളതിന് പകരം ഗോവണിയുടെ മേൽ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗോവേണി ആണ് അവിടെ ദർശനത്തിൽ യാക്കോബ് കണ്ടത്. ആ ഗോവേണി എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം, മാനവരാശി രക്ഷിപ്പാൻ തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നതിൻ്റെ ദർശനമാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ആ സ്ഥലം വളരെ ഭയങ്കരമായിരിക്കുന്ന സ്ഥലമാണ്, ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്, ദൂതന്മാർ ഇറങ്ങുന്ന സ്ഥലമാണ്. ബേഥേൽ ദൈവത്തിൻ്റെ അരുളപ്പാടുള്ള സ്ഥലമാണ്, ദൈവമായി ഉടമ്പടി ചെയ്യുന്ന സ്ഥലമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ നമുക്കതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കാം. ഇപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.